ബഹുമാനിരായ വിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും ദിനം പ്രതി വയസ്സന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഓരോ വർഷവും നമുക്കെല്ലാവർക്കും ഓരോ വയസ്സ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ വയസ്സന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്റെ പ്രായമെന്ന് പറയുന്നത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന്. നമ്മളെ നാട്ടിൽ പൊതുവെ ഒരു 70 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകമായ ഒരു ആദരവും ഒരു പദവിയും ഒക്കെ കൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അവർ സീനിയർ സിറ്റിസൺ ആണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഈ പ്രായങ്ങളിലൊക്കെ എത്തിയ നമ്മൾ വയോജനങ്ങൾ, വയോധികർ എന്നൊക്കെ നമ്മൾ പറയാറുള്ള ആ ഒരു പ്രായത്തിലേക്ക് എത്തിയ ആളുകൾ, അവരുടെ ഒരു മനോഗതി എന്താണ്? അത് നമ്മൾ ആ നിലക്ക് പ്രായമുള്ള ആളുകളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് ഈ ഘട്ടത്തിൽ നിരാശയാണോ ഉള്ളത് അതോ ആശയാണോ ഉള്ളത്? ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്ത് മനോഭാവമാണ് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? അതില് ഒരുപാട് ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി സന്തോഷത്തോടുകൂടി പോകുന്നത് കാണാം. എന്നാൽ മഹാഭൂരിപക്ഷത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടാറുള്ള ഒരു കാര്യം, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ എന്ന് ചോദിച്ചാൽ പറയും, എന്താ നിരച്ചില്ലേ, നമ്മളെ കാലം കഴിഞ്ഞില്ലേ, ഇനി നമ്മളെ ആർക്ക് വേണം, ഇനി വീട്ടിലും നാട്ടിലൊക്കെ ഒരു ഭാരമായിട്ട് അങ്ങനെ ജീവിക്കുക എന്നല്ലാതെ. ഇങ്ങനെയുള്ള ഒരു വളരെ നെഗറ്റീവ് ടോണിലൂടെയാണ് പലപ്പോഴും ആളുകൾ സംസാരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് അവന്റെ ആയുസ്സിന്റെ അവസാന കാലം എന്ന് പറയുന്നത് കൂടുതൽ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒക്കെ നാളുകളായിരിക്കണം എന്നതാണ് ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ നമ്മൾ ഈ വയസ്സിനെ, ഈ കാലഘട്ടത്തെ നമ്മൾ കാണേണ്ടത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെ മുൻകാലത്ത് നമ്മുടെ നാട്ടിൽ നമ്മൾ ദീർഘമായി ക്യൂ നിന്നിരുന്നു. 1-2 ഘട്ടം ഒന്ന് നോട്ട് നിരോധിച്ച സമയത്ത് അത് മാറാൻ വേണ്ടി നമ്മൾ ഒരുപാട് സമയം ക്യൂ നിന്നിരുന്നു. രാജ്യത്ത് മൊത്തം ആളുകൾ ക്യൂവിലായി. ഒരുപാട് ആളുകൾ അതിനിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏതൊരു സമയത്ത് മൊബൈലിന്റെ സിമ്മ് വരുന്ന സമയത്ത് ആളുകൾ രാവിലെ തന്നെ പോയി ക്യൂ നിന്നും ഉച്ചവരെയൊക്കെ ക്യൂ നിന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല ആവശ്യങ്ങൾക്കും നമ്മൾ പല സ്ഥലത്തും എന്ത് ചെയ്യാറുണ്ട്, കുറെ നേരം ക്യൂ നിൽക്കാറുണ്ട്. അറിയപ്പെടുന്ന ഡോക്ടർമാരുടെ അപ്പോയിന്റ്മെന്റ് കിട്ടാനും ടോക്കൺ കിട്ടാനും വേണ്ടി രാത്രി ഒരു റൂം എടുത്ത് നിന്ന് രാവിലെ പോയി ക്യൂ നിൽക്കാറുണ്ട്. അങ്ങനെയൊക്കെ ക്യൂ നിന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് അവസാനം ആ കൗണ്ടറിന്റെ അടുക്കലേക്ക് എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്. ആ കൗണ്ടറിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ നമുക്ക് സന്തോഷമല്ല ഉണ്ടാകുന്നത്. പക്ഷെ ആ സമയത്ത് നമുക്ക് ഭയങ്കര ഖേദവും നിരാശയും പ്രയാസവും ബുദ്ധിമുട്ടും ആലസ്യവും അസ്വസ്ഥതയും ഒക്കെയാണ് അനുഭവപ്പെടുന്നത് എങ്കിൽ നമുക്ക് എന്തോ കാര്യമായ തകരാറ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നത്. അതായത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങൾ എടുത്തു നോക്കിയാൽ അവന്റെ ബാല്യകാലം, കൗമാരകാലം, അങ്ങനെ യുവത്വകാലം, അങ്ങനെ അവൻ മുന്നോട്ട് പോവുകയാണ്. അത് ശരിക്കൊരു ജീവിതമാകുന്ന ക്യൂ ആണ്. ആ ക്യൂവിൽ നമ്മൾ പൊരി വെയിലത്ത് നിന്നു. യുവത്വ കാലഘട്ടത്തിൽ ഒരുപാട് അധ്വാനിച്ചു, പ്രയാസപ്പെട്ടു, ഓടി നടന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ജീവിതത്തിന്റെ ഒരു അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിന്റെ മനസ്സിലുണ്ടാവേണ്ടത് എന്താ? ജീവിതത്തിന്റെ അവസാനത്തേക്ക് എത്തുമ്പോൾ നിരാശയല്ലല്ലോ ഉണ്ടാവേണ്ടത്. അത് കൗണ്ടറിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഒരു സന്തോഷം കൂടുക വേണ്ട. ഇതാ ഞാൻ മരിക്കാനായി, എന്റെ മരണത്തിന്റെ സമയമായി, അപ്പൊ ഞാനിതാ അള്ളാഹുവിലേക്ക് അടുക്കാൻ പോവുകയാണ്, എനിക്ക് ഇനി നാളെ പരലോകത്ത് സ്വർഗം കിട്ടും. ആ നിലക്ക് ഒരു ജീവിതത്തിനെ പറ്റിയൊരു കാഴ്ചപ്പാടല്ലേ വേണ്ടത്? പക്ഷെ പല ആളുകളിലും സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്റേതൊക്കെ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. അതാരാ പറയാ? ഈ ജീവിതം മരണത്തോടുകൂടി അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടാകാം ഒരുപക്ഷെ. എല്ലാം ഇവിടെ തന്നെയാണ്, ഇവിടുന്ന് ഇതിന് ശേഷം ഒന്നുമില്ല. അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിരാശയായിരിക്കും. കാരണം അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിരാശയുടെ കാലഘട്ടമായിരിക്കും. കാരണം തീരാണ്, ജീവിതം തീരാണ്. എന്നാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം തീരല്ല. വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ.
ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും ദുനിയാവല്ല ആഖിറമാണ് എന്ന് പഠിച്ചു വെച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ അത് ഒടുക്കമല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ തുടക്കമാണ്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ അവസാന കാലഘട്ടം കുറച്ചുകൂടി ഒരു ഉന്മേഷവും ആവേശവും ഉണ്ടാവുകയാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് കാണേണ്ടത്. എന്നാൽ നല്ലൊരു വിഭാഗം ആളുകളിൽ ഇന്ന് കാണുന്നത് ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ഒഴിയുമ്പോൾ യഥാർത്ഥത്തിൽ മതപരമായ ഒരു തിരക്കിലേക്കാണ് അവർ പോകേണ്ടത്. അതിനു പകരം ദുനിയാവിന്റെ തിരക്ക് തന്നെ ബോധപൂർവം വിളിച്ചു വരുത്തുന്ന ആളുകളും ഇന്ന് കുറവല്ല. അതായത് അവസാന കാലമാകുമ്പോൾ കുറച്ചെങ്കിലും ഇനി ഇത്രയും കാലം ഞാൻ ഓടി നടന്നു, പ്രയാസപ്പെട്ടു, ഞാൻ ഉറക്കമൊഴിച്ചു, ഞാൻ വിദേശത്ത് പോയി കഠിനാധ്വാനം ചെയ്തു, ഇനിയെങ്കിലും എന്റെ ഖബറിലേക്കും എന്റെ പരലോകത്തിലേക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് കൂടുതൽ ചെയ്യട്ടെ എന്നല്ലേ നമ്മൾ വിചാരിക്കേണ്ടത്. പക്ഷെ ആ സമയത്ത് കൂടി കൂടുതൽ ദുനിയാവിൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ, അത് ചില കൂട്ടായ്മകളായി രൂപപ്പെടുന്ന അവസ്ഥ, അത് പിന്നീട് അതൊരു ഏർപ്പാടായി മാറുന്നൊരവസ്ഥ, ഇത് ഇന്ന് നാട്ടിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രായമാകുന്ന ആളുകൾക്ക് യാത്ര, അതേപോലെ തന്നെ അവരുടെ ശാരീരിക ഉല്ലാസങ്ങൾ, വ്യായാമങ്ങൾ, അതൊക്കെ ആവശ്യം. അതൊന്നും ആരും നിഷേധിക്കുന്നില്ല, അതിനൊന്നും നെഗറ്റീവ് പറയുന്നില്ല, അതൊന്നും പാടില്ല എന്നും പറയുന്നില്ല. അവർ യാത്ര ചെയ്യുന്നതോ അവരുടെ പ്രായക്കാരായ ആളുകൾ ഒരുമിച്ച് കൂടുന്നതോ ആ നിലക്ക് സംസാരിക്കുന്നതോ അങ്ങനെയുള്ള ആക്ടിവിറ്റികളിൽ ഏർപ്പെടുന്നതോ ഒക്കെ അവർക്ക് മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ആവേശവും നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് പിന്നെ അതൊരു ഏർപ്പാടായി മാറി അവസാനം ഈ മതപരമായ കാര്യങ്ങൾക്ക് സമയം കിട്ടാതെ പോകുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് അതിരു കവിച്ചിലാണ്. അതൊരിക്കലും തന്നെ നമുക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. കാരണം എന്താ വെച്ചാൽ ചില ആളുകൾക്ക് ധാർമ്മിക ജീവിതത്തിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്നില്ല. നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക, അതുപോലെ ദിക്ർ ചെയ്യുക, അങ്ങനെ ഇബാദത്തുമായി ബന്ധപ്പെടുക, പള്ളിയുമായി ബന്ധപ്പെടുക, അതിനൊന്നും ഒരു സമാധാനം കിട്ടാതെ അത് സമാധാനം കിട്ടണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലേ കിട്ടുള്ളൂ എന്നുള്ള ഒരു തോന്നൽ യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പാടില്ല. ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് വെച്ചാൽ ന്യൂ ജനറേഷനിൽ കാണുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ഈ പ്രായമായ ആളുകളിലും കണ്ടുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ വൈകും തോറും ഒരുപാട് ആളുകൾ മരണക്കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് തന്റെ ഉള്ള ധാർമ്മിക ബോധം കൂടി നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു ദുരന്തം നമ്മുടെ നാട്ടിൽ വരാനുണ്ട്. അതിപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ യൂട്ടേൺ എടുത്തിട്ടില്ലെങ്കിൽ വലിയ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതായത് പ്രത്യേക ടീമുകൾ ഉണ്ടാകുന്നു, അത് യാത്രകളാകുന്നു, പിന്നീട് ആ യാത്രയോട് യാത്ര, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ ഫോട്ടോഷൂട്ടുകൾ, അതിന്റെ പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകൾ, പിന്നെ അതിലൂടെ കറങ്ങി അവസാനം ഇതുവരെ മൊബൈൽ ഉപയോഗിക്കാത്ത ആളുകളൊക്കെ പിന്നെ മൊബൈൽ ഉപയോഗിച്ച് പിന്നെ വാട്സപ്പിലേക്ക് വന്ന് പിന്നെ യൂട്യൂബിലേക്ക് വന്ന് റീൽസിലേക്ക് വന്ന് പിന്നെ അതൊരു റീൽസായി മാറി പിന്നെ അതിന്റെ ലോകത്ത് അഭിരമിച്ച് വളരെ വഷളൻ തമാശകളും വളിപ്പൻ തമാശകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അതിൽ അഭിരമിച്ചു കൊണ്ടിരിക്കുന്ന അവസാന കാലഘട്ടം അങ്ങനെയായി പോകുന്ന ഒരു സാഹചര്യം ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മൾ ഈ പ്രായമുള്ള ആളുകൾ, പ്രത്യേകിച്ച് പെൻഷനായ ആളുകളെ കാത്തിരിക്കുന്ന വലയെറിഞ്ഞ് കാത്തിരിക്കുന്ന ചില വലക്കണ്ണികളുണ്ട്. അവരുടെ സമ്പത്തും അവരുടെ സമയവും എങ്ങനെ പോക്കറ്റടിച്ചു കൊണ്ടുപോകാം എന്ന് വളരെ സൂക്ഷ്മമായി അതിന് പ്ലാനിങ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പ്രത്യേക പാക്കേജുകൾ ഉണ്ടാക്കുന്നു, കാര്യങ്ങൾ ഉണ്ടാക്കുന്നു. അവരതിലൂടെ അവരുടെ കാശും അവരുടെ സംവിധാനങ്ങളും ഒക്കെ അതിന് പ്രത്യേക ഇവന്റ് മാനേജ്മെന്റുകളും പരിപാടികളും ഒക്കെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് അത്യാവശ്യ യാത്രകൾ പാടില്ല എന്നോ ആ നിലക്കുള്ള ഉല്ലാസങ്ങൾ പാടില്ല എന്നോ ഒന്നുമല്ല. അങ്ങനെ ആരും വിചാരിക്കരുത്. പക്ഷെ അതിന് വിടാൻ പാടില്ല. ഒരു ന്യൂ ജനറേഷന്റെ സംസ്കാരത്തിലേക്ക് ഒരിക്കലും തന്നെ പ്രായമുള്ള ആളുകൾ ജീവിതത്തിന്റെ അവസാന കാലത്ത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഏതുവരെ എത്തുന്നു വെച്ചാൽ ഞങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഇതൊക്കെ ഹറാമായിട്ടേ പറഞ്ഞിരുന്നത്, ഇപ്പൊ അതൊക്കെ ഹലാലാണ്, ഞങ്ങൾക്കൊന്നും ഇത് അനുഭവിക്കാൻ പറ്റിയില്ല എന്നുവരെ പറയുന്ന ആളുകളെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ അതിന്റെ കടം കൂടി തീർത്തു പോവുക എന്ന രൂപത്തിൽ വയസ്സാവുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യം ഒരു കാരണവശാലും പാടില്ല. എന്തുകൊണ്ട് ഒരു വിശ്വാസി അവസാന കാലത്ത് സംതൃപ്തനായി മുന്നോട്ട് പോകണം എന്നതിന് ഇസ്ലാമിൽ കൃത്യമായ ഉത്തരങ്ങളുണ്ട്. അതിന് 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ പൊതുവെയുള്ള സൽക്കർമ്മത്തിന്റെ പ്രാധാന്യം തന്നെ വളരെ വലുതാണ്. അതിന് പ്രായാകൊന്നും വേണ്ട. എന്താ ഖുർആൻ പറഞ്ഞത്? മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസ. ഒരാണാകട്ടെ പെണ്ണാകട്ടെ
അവർ സൽക്കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വഹുവ മുഅ്മിനുൻ വിശ്വാസിയായിക്കൊണ്ട് ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ അവന്റെ ശിഷ്ട ജീവിതം അവന് ഏറ്റവും നല്ല രീതിയിൽ അല്ലാഹു ആക്കി കൊടുക്കും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ അവർ പ്രവർത്തിച്ച ആ നല്ല കാര്യങ്ങൾക്ക് ഏറ്റവും മഹത്തായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും എന്നാണ്. അഥവാ പ്രായമൊന്നും വേണ്ട, ഒരാണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയാണെങ്കിൽ നന്മ ചെയ്ത അവർക്ക് നല്ലൊരു ലൈഫ് കൊടുക്കും എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അത് പൊതുവായിട്ടുള്ള കാര്യമാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, വാർദ്ധക്യത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വളരെ പ്രാധാന്യം ഉണ്ട് എന്നുകൂടി പ്രമാണങ്ങളിൽ കാണാൻ കഴിയും. അതായത് വയസ്സാകുന്ന സമയത്ത് സൽക്കർമ്മം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പ്രാധാന്യമുണ്ട് എന്നതാണ്. അതിൽ ഒന്നാമത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നല്ല അന്ത്യദിനത്തിന്റെ അടയാളമാണ്. നല്ല അന്ത്യത്തിന്റെ അടയാളമാണ്. എന്ത്? അവസാന കാലത്ത് നന്മ ചെയ്യാൻ തൗഫീഖ് ഉണ്ടാകുക എന്നുള്ളത്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീം അതായത് അവരുടെ അവസാന കാലഘട്ടത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത് ഒരു നല്ല ലക്ഷണമാകുന്നു. അത് ചില എല്ലാവർക്കും ആ തൗഫീഖ് കിട്ടിക്കൊള്ളുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. അതേപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ തന്റെ അടിമ നല്ല കാര്യത്തിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിന് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ്. എങ്ങനെ ഒരാള് ജീവിതം തുടങ്ങി എന്നുള്ളതല്ല പ്രധാനം, എങ്ങനെയാണ് അവസാനിച്ചത് എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ചരിത്രത്തിൽ തന്നെ, ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിട്ട് അവസാനം മരിക്കണ കാലത്ത് വേണ്ടാത്തത് ചെയ്ത് മരിച്ചുപോയ ആൾക്കാരുണ്ട്. അതുപോലെ ജീവിതത്തിന്റെ തുടക്കകാലത്തിൽ വളരെ മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ തൗബ ചെയ്ത് നല്ല മനുഷ്യനായി മരിച്ചുപോയ ആൾക്കാരുണ്ട്. ചില ആൾക്കാർ സ്വർഗം കൊണ്ട് തുടങ്ങും, നരകത്തിൽ അവസാനിക്കും. ചില ആളുകൾ നരകം കൊണ്ട് തുടങ്ങും, സ്വർഗത്തിൽ അവസാനിക്കും. ആ അവസാനമാണ് പ്രധാനം, ആദ്യമല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനെയൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു? പക്ഷെ അവസാന കാലഘട്ടമാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പൊ അവസാന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ഇദാ അറാദല്ലാഹ് ബിഅബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അല്ലാഹു അവന്റെ അടിമകൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവൻ പരിശ്രമിക്കും. ഖാലു വകൈഫ യസ്തഅമിലു യാ റസൂലല്ലാഹ് എന്തായിരിക്കും റസൂലേ അവർ ചെയ്യുക? അപ്പൊ ഖാല അവിടുന്ന് പറഞ്ഞു, യുവഫ്ഫിഖുഹു ലിഅമലി സ്വാലിഹിൻ ഖബ്ല മൗതിഹി മരണത്തിനു മുമ്പ് അവർ അമൽ സാലിഹാത്തുകള് നന്നായിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേപോലെ തന്നെ വാർദ്ധക്യത്തിലെ കർമ്മങ്ങൾക്ക് പ്രതിഫലം കൂടുതൽ ലഭിക്കുമെന്നാണ്. എന്താ കാരണം എന്നറിയോ? അതിന്റെ പ്രയാസം കൂടുതലാണ് ആ സമയത്ത്. സാധാരണ ആരോഗ്യമുള്ള സമയത്ത് നിസ്കരിക്കണ മാതിരി അല്ല ഒരു പ്രായമുള്ള ആൾ നിസ്കരിക്കുക. അയാൾ ആ ഊര വളയില്ല, കാല് വളയില്ല. ആ അടങ്ങാറൊക്കെ അനുഭവിച്ചിട്ടാണ്. ആ അടങ്ങാറിനൊക്കെ കൂലി കിട്ടുന്നതാണ്. ഓതുന്ന സമയത്ത് വിക്കുണ്ടെങ്കിൽ ആ വിക്കിൽ വേറെ കൂലി കിട്ടുന്നതാണ്. അതാണ് പ്രായമുള്ള ആളുകൾക്ക്. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് നിശ്ചയമായും ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നു. പിന്നെയോ മുമ്പ് ചെയ്ത തിന്മകളെ അവരുടെ സൽക്കർമ്മങ്ങൾ മായ്ച്ചു കളയുമെന്നാണ്. അതാ ദീർഘായുസ് കിട്ടിയുള്ള ഗുണം എന്ന് പറയുന്നത്. അതായത് ചെറുപ്പ കാലഘട്ടങ്ങളിൽ അറിവില്ലാതെ ചെയ്തു പോയ എന്തൊക്കെ തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ അതൊക്കെ എന്ത് ചെയ്യും? അവസാന കാലത്ത് ചെയ്യുന്ന അമലുകൊണ്ട് അള്ളാഹു അതൊക്കെ മായ്ച്ചു തരും. ഇന്നൽ ഹസനാതി യുദ്ഹിബുനസ് സയ്യിആത്ത് നിശ്ചയമായും നന്മകൾ തിന്മകളെ പോക്കിക്കളയുന്നതാണ്. അപ്പൊ അവസാന കാലഘട്ടത്തിൽ ചെയ്യുന്ന നന്മകളൊക്കെ പഴയ കാലത്തുള്ള തിന്മകൾ മായ്ച്ചു കളയുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ചവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ്. അതായത് തെറ്റ് ജീവിതത്തിൽ വന്നു, പക്ഷെ തൗബ ചെയ്തു, അതുകൊണ്ട് അവൻ പാപം ചെയ്യാത്തവനെ പോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്നാണ്. അതുപോലെ പ്രായമായവർ ദീനിൽ നിലകൊണ്ടാൽ അതിന് കഴിയാതെ വരുമ്പോഴും പ്രതിഫലം എഴുതപ്പെടും. അത് പ്രായമുള്ള ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നമ്മൾ ദീനിയായ കാര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വയസ്സ് ഇനി കൂടും തോറും എന്ത് ചെയ്യും? നമ്മുടെ ശരീരം തളരും. എല്ലാവർക്കും ഒരു അവസാനം സന്ദർഭം വരാണ്ട്. പള്ളിക്കൊക്കെ വന്ന ആള് വരാതെയാവും. അതുപോലെ തന്നെ നിസ്കരിക്കുന്ന ആള് പിന്നെ കഴിഞ്ഞ് കഴിയാതെയാവും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് എന്താ? ഇദാ മരിദൽ അബ്ദു ഔ സാഫറ ഒരു രോഗിയായ അടിമയാകട്ടെ അല്ലെങ്കിൽ യാത്രക്കാരനാകട്ടെ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സ്വഹീഹൻ അവൻ ആരോഗ്യമുള്ള സമയത്ത് എന്തെല്ലാം അമലുകൾ ചെയ്തോ അതിന്റെ ഒക്കെ കൂലി അവൻ അവസാന കാലഘട്ടത്തിൽ അത് ചെയ്യാൻ കഴിയാതെ ആയാലും അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലായ പറഞ്ഞത്? എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളൊരു കാരണം വരും, അദ്ദേഹത്തെ പള്ളിയിൽ കാണാതെ വന്നപ്പോൾ ഞാൻ പോയി സന്ദർശിച്ചു. അപ്പൊ അദ്ദേഹം അസുഖമായി കിടക്കുക. അപ്പൊ എന്നെ കണ്ടപ്പോൾ വല്ലാതെ കരഞ്ഞുപോയി അദ്ദേഹം. അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് കരച്ചിൽ വന്നത് എന്റെ അസുഖം കൊണ്ടല്ല, മറിച്ച്
പള്ളിയിൽ നിന്ന് ഹയ്യാലൽ സ്വലാത്ത് ഹയ്യാലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോ എനിക്ക് വല്ലാത്തൊരു പെടച്ചിലാണ് മനസ്സിന്. പക്ഷെ പോകാൻ കഴിയുന്നില്ലല്ലോ, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ലല്ലോ, കാരണം അതുവരെ പോയി നാളാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരെ ഈ കാല് പൊട്ടുന്നതുവരെ പള്ളിയിൽ വന്നതുകൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്ന് നമസ്കരിച്ചാലും പള്ളിയിൽ പോയി നിസ്കരിച്ച കൂലി നിങ്ങൾക്ക് കിട്ടും. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുഖം തെളിയുന്നത്. ഇതൊരു അറിവാണ്. അത് ആർക്കേ കിട്ടുള്ളൂ? ആരോഗ്യമുള്ള സമയത്ത്, കഴിയുന്ന സമയത്ത് കഴിയുന്നത് പോലെ ഇബാദത്തുകളിൽ മുഖരിതമായവർക്കാണത് കിട്ടുക. അതിനുവേണ്ടി ഇബാദത്തിനെ ഗൗരവപൂർവ്വം എടുക്കാതെ, വീട്ടിലുണ്ടായിട്ടും പള്ളിയിൽ പോയി നമസ്കരിക്കാതെ അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടാകണമെങ്കിൽ, അയാളാണ് പെട്ടെന്ന് മുടങ്ങുന്നതെങ്കിൽ സങ്കടമാണ് സുഹൃത്തുക്കളെ. അയാൾക്ക് കിട്ടൂല കൂലി, പോയിന്ന ആൾക്കേ കിട്ടുള്ളൂ. അതുകൊണ്ട് അവസാന കാലഘട്ടമാകുമ്പോ തോളിൽ കൈവച്ചിട്ടാണെങ്കിലും ഇബാദത്തുകൾക്ക് പള്ളികളിൽ വന്നിരുന്ന സഹാബികൾ എന്ന് പറയുന്നത് നമ്മുടെ വയസ്സായ ആളുകൾക്ക് വലിയ സന്ദേശമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. അപ്പൊ അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ മൂന്നാമത്തെ വിഷയം എന്താ അറിയോ? അവസാന കാലത്ത് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച മാതൃകകൾ ഒട്ടനവധിയാണ് ഇസ്ലാമിക ചരിത്രത്തിൽ. അബൂബക്കർ റളിയല്ലാഹുവിന് ഉദാഹരണമാണ്. വഫാത്താകുന്നതുവരെയും ആരാധനയിലും ദഅവത്തിലുമാണ് അബൂബക്കർ റളിയല്ലാഹുവിനും കഴിഞ്ഞുകൂടിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതുവരെ അദ്ദേഹം ഇസ്ലാമികമായ ഇബാദത്തുകളിലും ജിഹാദിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ മുഖരിതമായി മുന്നോട്ട് പോയി. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ ഇർസിഖ്നി ശഹാദത ഫീ സബീലിക് വജ്അൽ മൗതി ഫീ ബലദിക നബീക് ഫസ്തജാബ അല്ലാഹു ലഹു. അല്ലാഹുവേ, നിന്റെ മാർഗത്തിൽ എന്നെ ഷഹീദാക്കണേ, അതുപോലെ തന്നെ ഈ നാട്ടിൽ എന്നെ വെച്ച് മരിപ്പിക്കണമേ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നുവെന്നാണ്. അങ്ങനെ ആ നിലക്കെന്നെ അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുകയും ഉണ്ടായി എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാന കാലമായപ്പോ നബി എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത് എന്താ? എപ്പോഴും പറയാറുണ്ടായിരുന്നത് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി. ഈ വാക്ക് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ എന്ത് തെറ്റായത്? ഒരു കുറ്റവും ചെയ്യാത്ത പ്രവാചകനാണ് എന്ത് ചെയ്യുന്നത്? പൂർത്തിയരണേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. മാത്രമല്ല സൂറത്തുൽ നസ്റില്ലേ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, എന്താ ഇതിന്റെ അർത്ഥം? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, വിജയവും അതേപോലെ തന്നെ സഹായവും ഇതാ വന്നിരിക്കുന്നു. മക്കം ഫത്ഹുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണ് അതിനുള്ളത്. പക്ഷെ അതോടൊപ്പം മറ്റൊരു വിശദീകരണം കൂടി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ച് നമുക്ക് കാണാം. എന്താണ് ആ വിശദീകരണം? അജലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സൂറത്ത് ഇറങ്ങി എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനമായിരിക്കുന്നു എന്ന സന്ദേശം കൂടിയാണ്. അലമുഹു ഇയ്യാഹ്, അള്ളാഹു അദ്ദേഹത്തെ ആ വിവരം ഈ സൂറത്തിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ്? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, ഇതാ പ്രവാചകരെ, താങ്കളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം താങ്കൾ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു, ഇനി താങ്കൾക്ക് മടങ്ങാനായി എന്ന സന്ദേശം കൂടി ആ ആയത്തിലുണ്ട്, ആ സൂറത്തിലുണ്ട്. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, മാ അഅലമു മിൻഹാ ഇല്ലാ മാ തഅലം, നീ അറിയുന്നത് തന്നെയാണ് ഞാനും അറിയുന്നത്. ആരോട്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറയാ, ഈ മനസ്സിലാക്കിയ മാതിരി തന്നെയാണ് ഞാനും ആ സൂറത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. നോക്കിങ്ങൾ, അള്ളാന്റെ റസൂല് അവസാന കാലഘട്ടമാകുമ്പോ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, അവസാന കാലമെന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കേണ്ട കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നിലക്ക് മുന്നോട്ട് പോവുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തഖികളിൽ, മുഅ്മിനുകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രായമായ ആളുകൾ പലപ്പോഴും പറയാറുള്ളൊരു വാചകമാണ്, സമയം പോകണ്ടെന്ന് ചോദിക്കും. ഒരു പണിയില്ല, വെറുതെ ഇരിക്കുന്നു, സമയം എങ്ങനെ നീങ്ങി പോകുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ സമയം തികയുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാഴ്ചപ്പാട് കൊണ്ടാണ് അവർക്ക് സമയം തികയാത്തത്. എന്നാൽ ഈ കാഴ്ചപ്പാടില്ലാത്ത ആളുകൾക്ക് സംബന്ധിച്ചിരുന്ന് അവർക്ക് സമയം പോകുന്നില്ല എന്നുള്ള വിഷയമാണ്. എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മുസ്ലിം തന്റെ വാർദ്ധക്യത്തിനായി എങ്ങനെ ഒരുങ്ങണം എന്ന് കൃത്യമായി ഇസ്ലാമിക പാഠങ്ങളുണ്ട്. അതിൽ പ്രധാനമായി 5 കാര്യങ്ങളാണ്. അതിലൊന്നെന്താ വെച്ചാൽ അത്തൗബത്തു അസ്വാദിഖത്തു മിൻ കുല്ലി ദംബ്, എല്ലാ പാപങ്ങളിൽ നിന്നും യഥാർത്ഥമായും പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതാണ് അവസാന കാലാവുമ്പോൾ ചെയ്യേണ്ട ഒരു പണി. കാരണം മനുഷ്യനാണ്, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ആ കടന്നു പോകുമ്പോൾ ഒരുപാട് തെറ്റുകളും തിന്മകളും വന്നു പോയിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് ഓർത്തെടുത്ത് അതൊക്കെ അള്ളാഹുവിനോട് തൗബ ചെയ്ത് അങ്ങനെ നല്ല ഒരു തൗബ ഉണ്ടാവുക എന്നതാണ് ഒന്ന് അവർ ചെയ്യേണ്ട പണി. രണ്ടാമത്തത് അൽ ഇക്സാറു മിനൽ ദിക്രി വൽ ഇസ്തിഗ്ഫാർ, ദിക്റുകളിലും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക എന്നതാണ്.
അഥവാ ജീവിതത്തിന്റെ നട്ടോട്ടത്തിനിടയിൽ ഈ രാവിലത്തെ ദിക്റും വൈകുന്നേരത്തെ ദിക്റും ഒന്നും ചെല്ലാൻ പലപ്പോഴും ആളുകൾക്ക് കഴിയില്ല. അത്രയ്ക്ക് രാവിലെ എണീറ്റ് വേഗം റബ്ബറെട്ടാൻ ഓടിയിരിക്കും, അല്ലെങ്കിൽ വേഗം വണ്ടി എടുത്തുകൊണ്ട് മത്സ്യത്തിന്റെ മാർക്കറ്റിലേക്ക് ഓടിയിരിക്കും. അങ്ങനെ ജീവിതത്തിന്റെ തിരക്ക്, അതുപോലെ തന്നെ വിദേശത്തും ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്നൊരു കാലം ഉണ്ടാവും. ആ കാലമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് സ്വസ്ഥമാകുമ്പോൾ കൂടുതൽ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും വർദ്ധിപ്പിക്കുക. അപ്പൊ രാവിലത്തെ ദിക്റുകൾ ചെല്ലാൻ തന്നെ വേണം 1 മണിക്കൂർ സമയം. 1 മണിക്കൂർ കൃത്യമായിട്ട് വേണം. വൈകുന്നേരത്തെ ദിക്റുകൾ ചെല്ലാൻ 1 മണിക്കൂർ വേണം. അതൊരു പ്രായമുള്ള ഒരാളൊരു അജണ്ടയായിട്ട് എടുത്താൽ ഇനി അത് കാണാതെ അറിയില്ല എന്ന് വിചാരിക്കുക. അതിന് പുസ്തകങ്ങളുണ്ട്. ഈ നോക്കി വായിക്കാൻ അറിയില്ല വിചാരിക്കുക. അതിന് ആപ്പുകളുണ്ട്. ആ ആപ്പ് ഓൺ ചെയ്ത് വെച്ചാൽ അതിങ്ങനെ കേട്ടുകാണ്ടി നമുക്ക് ചെല്ലാൻ പറ്റും. എന്തൊക്കെ പണിയുണ്ട് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. 3-ാമത്തെ കാര്യം അൽ മുഹാഫളത്തു അല സ്വലാത്തി വൽ ഇബാദ, നമസ്കാരവും ആരാധനയും കൃത്യമായി നിർവഹിക്കുക എന്നതാണ്. അതായത് പള്ളിയിൽ ജമാഅത്ത് തീരുമാനിക്കുക, സുഹൃത്തുക്കൾ ഇതാ എന്റെ അവസാന സമയം, ഇനി ഞാൻ വീട്ടിലുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ പള്ളിയിൽ പോകും. ഒരു നീയത്ത് ഇന്നാണ് വെക്കിങ്ങള്. ആ നീയത്ത് വെച്ചിട്ടാണ് പോകാൻ തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മുടങ്ങിയെന്ന് വിചാരിക്കുക. പിറ്റേ ദിവസം എന്തോ പ്രശ്നം വന്നു എന്ന് കരുതുക. പക്ഷെ മരിക്കണത് അതിന് കൂലി കിട്ടും നമുക്ക്. പക്ഷെ ആ നീയത്ത് വെച്ചുക്കണോ? നീയത്ത് വെച്ചുക്കണോ? അതോ ആ വീടിന്റെ ഉള്ളില് ഇപ്പോഴും തന്നെ ഈ വയസ്സായ സമയത്തും തന്നെ ആ ടിവിയിൽ ഇങ്ങനെ ചാനലുകൾ മാറ്റി മാറ്റി ഇങ്ങനെ കാണുക, അതിലുള്ള സിനിമയും സീരിയലും കണ്ടുകൊണ്ടിരിക്കുക. അതിനിടയിൽ ഭാര്യ വന്നിട്ട് പറയാം, മനുഷ്യ പള്ളിയിൽ ബാങ്ക് കൊടുത്തിട്ട് നിങ്ങൾ ഈ പ്രായമുള്ള സമയത്ത് ഇവിടെ ഈ മൊബൈൽ നോക്കിയിരിക്കുക, ഒന്ന് അങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ ആ ശല്യം സഹിക്കാതെ വരുമ്പോ ഇറങ്ങിപ്പോരുന്ന പോരലാണോ പള്ളിക്കൊക്കെ ഉള്ളത്, അതോ സ്വന്തം മനസ്സിൽ നോക്കിയിട്ടുള്ള വരലാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതാണ് നിസ്കാരത്തിനും ആരാധനക്കും കൃത്യമായ ഒരു കൃത്യത ഉണ്ടാക്കുക എന്നത് ഈ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകം ചെയ്യേണ്ട കാര്യമാണ്. 4-ാമത്തെ കാര്യം അൽ ഇഹ്സാനു ഇലൻ നാസി വസിലത്തുർ റഹ്, എന്താണ്? ജനങ്ങളോട് നന്മ ചെയ്യുക, കുടുംബബന്ധം നിലനിർത്തുകയും ചെയ്യുക. അവസാന കാലാവുമ്പോ മനുഷ്യന്മാരോട് പരമാവധി തെറ്റാതിരിക്കാൻ നോക്കുക. ചില ആളുകൾക്ക് സംഭവിക്കുന്ന ദുരന്തം എന്താന്ന് വെച്ചാൽ, ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത സുഹൃത്ത് ബന്ധങ്ങളും എല്ലാ നിരക്കുള്ള ബന്ധങ്ങളും അവസാന കാലഘട്ടുമ്പോ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും സ്വത്തിന്റെ മുതലിന്റെയൊക്കെ പേര് പറഞ്ഞ് ആ അവസാന കാലഘട്ടത്തിൽ എല്ലാവരോടും തെറ്റി ഒരു പ്രതിഷേധിയായിക്കൊണ്ട് മരണപ്പെട്ടു പോകുന്ന അപൂർവം ആളുകളെയും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, മയ്യത്ത് കൊണ്ടൊന്ന് കിടത്തിങ്ങാണ്ട് നിസ്കരിക്കുമ്പോ ഇതാ അദ്ദേഹത്തിന് എല്ലാവരും ഒന്ന് വിട്ടുവീഴ്ച കൊടുക്കണം എന്ന് പറയുമ്പോൾ മനസ്സിൽ ഇങ്ങനെ തോന്നുകയാണെന്ത്, ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പല്ലേ മൂപ്പരെ വീട്ടിൽ ചെന്നപ്പോ എന്റെ തെറി പറഞ്ഞ അയച്ച്, പിന്നെ എന്താ പഴക്ക് പുറത്തു കൊടുക്കുന്നത് എന്നാണ് ഒരാളെ മനസ്സിൽ വരുന്നതെങ്കിൽ അതിന് ഉത്തരവാദി ആരാ? അപ്പൊ അതുകൊണ്ട് അവസാന കാലാകുമ്പോ പഴയതൊക്കെ തേച്ചു മായ്ക്കുക. ആരോടൊക്കെയാണോ പിണങ്ങി നിൽക്കുന്നത് അവരോട് ഫോൺ ചെയ്യുക, കഴിയുമെങ്കിൽ അവരെ വീട്ടിൽ പോവുക, എന്നിട്ട് പറയാ അന്ന് അങ്ങനെ ഞാൻ സംസാരിച്ചു പോയത് എനിക്ക് വിട്ടുതരണം, ഞാൻ എന്റെ അവസാന കാലഘട്ടത്തിലേക്ക് ആയിട്ടുണ്ട് എന്ന നിലക്ക് സംസാരിക്കുക. അതുപോലെ തന്നെ അറ്റുപോയ കുടുംബ ബന്ധങ്ങൾ വിളക്കി ചേർക്കുക. അതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ 5-ാമത്തതോ സന്തോഷവും സമാധാനവുമുള്ള മനസ്സോടെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ തയ്യാറാവുക. ഒരു സ്വസ്ഥമായ മനസ്സിന്റെ ഉടമയാകുക. മരണം എന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് നടക്കല്ല വേണ്ടത്. ആ മരണത്തെ വളരെ സന്തോഷത്തോടുകൂടി എതിരേൽക്കുവാനുള്ള വിഭവങ്ങൾ ഒരുക്കി ഒരു റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ദീർഘയാത്രക്ക് വളരെ മാസങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുത്ത് ആ ടിക്കറ്റുമായി നമ്മുടെ ലഗേജുകളുമായി ഒരു റെയിൽവേ സ്റ്റേഷനിൽ അതിന്റെ ബെർത്ത് നോക്കി ആ ട്രെയിൻ വന്ന് നിൽക്കുന്ന ആ പോയിന്റ് നോക്കി കാത്തിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെയായിരിക്കണം പരലോകത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം എന്ന് പറയുന്നത്. കൃത്യമായ നമസ്കാരങ്ങൾ, നോമ്പുകൾ, സകാത്തുകൾ, എല്ലാ കർമ്മങ്ങളും ചെയ്ത് അള്ളാഹുവിന്റെ വിളി കാത്തിരിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയായിക്കൊണ്ടായിരിക്കണം അവസാന കാലഘട്ടത്തിൽ നമ്മൾ പോകേണ്ടത്. അങ്ങനെയുള്ള ആളാകുമ്പോ മലക്ക് നമ്മുടെ റൂഹ് പിടിക്കാൻ വരുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അതേ സമാധാനമടഞ്ഞ മനസ്സേ, നീ തൃപ്തിപ്പെട്ട ആ മനസ്സ് അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് ഇതാ നീ മടങ്ങുക. എന്റെ അടിമകളിൽ നീ പ്രവേശിക്കുക, സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന സന്തോഷ വാർത്തയോടുകൂടിയായിരിക്കും അവരുടെ റൂഹിനെ പിടിക്കാൻ വരിക. എന്നാൽ അതിന്റെ തൊട്ട് മുകളിലുണ്ട് ഒരായത്ത്. ആ ആയത്ത് എന്താ പറയുന്നത്? ഈ ജീവിതത്തിൽ അവസാന കാലഘട്ടത്തിലും
ഈ ദുനിയാവിൽ തന്നെ വരിഞ്ഞ് ദുനിയാവിന്റെ പിന്നാലെ തന്നെ അഭിരമിച്ച് ഈ പുതിയ ജനറേഷൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതൊക്കെ അതേപോലെ കോപ്പിയടിച്ച് ആർത്ത് വിളിച്ച് ഒരു പൂത്തിരി കത്തിത്തീരുന്നത് പോലെ തീരേണ്ടതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അന്ത്യദിനം വരുന്ന സമയത്ത് നരകം കൊണ്ടുവരപ്പെടും. അന്നേ ദിവസം എവിടെ നിന്നാണ് അവൻ ഓർമ്മ വരുന്നത്? അവൻ മനുഷ്യന്മാരെന്ന് ഓർക്കും, പലതിനെപ്പറ്റി ഓർക്കും. എന്ത്? പടച്ചോൻ എന്റെ ആയുസ്, എന്റെ ജീവിതം, ഞാൻ എന്തൊരുക്കി എന്ന് ഓരോരുത്തരും ആലോചിക്കും. പക്ഷെ എവിടുന്നാണ് അത് ഓർമ്മ വരുന്നത്? അവന് അവൻ പറയും, എന്റെ നഷ്ടമേ, എന്റെ കഷ്ടമേ, ഞാൻ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. എന്റെ ഇബാദത്തുകളൊന്നും ചെയ്യാൻ എനിക്ക് അവസാന കാലഘട്ടത്തിൽ പോലും പറ്റിയില്ലല്ലോ. അന്നേ ദിവസം അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ശിക്ഷിക്കുകയില്ല. അവനെ പിടിച്ച് ബന്ധിക്കൽ ഒരാളും തന്നെ പിടിച്ച് ബന്ധിക്കുകയുമില്ല. അന്ന് അള്ള പിടിച്ച് ബന്ധിക്കുന്നത് പോലെ വേറൊരാളും പിടിച്ച് ബന്ധിക്കൂല. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് ഇവനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരിക്കണ സമയത്ത് മരിക്കണമെന്ന് ഉറപ്പാവുമ്പോ ഈ അവസ്ഥയ്ക്ക് മനുഷ്യനോട് ഓർക്കും, പടച്ചോനെ ഞാൻ നിസ്കരിച്ചിട്ടില്ലല്ലോ, ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ലല്ലോ, എനിക്ക് ഇത്രയും മുതലുണ്ടാക്കി ഞാൻ ഹജ്ജ് ചെയ്തില്ലല്ലോ. പക്ഷെ അതിനൊന്നും പിന്നെ നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഉള്ള ആരോഗ്യമുള്ള സമയത്ത് സുഹൃത്തുക്കളെ പോകാനൊരുങ്ങ. ഈ ദുനിയാവും നമ്മളെ കെട്ടിമറിഞ്ഞ് ഈ റീൽസും അതേപോലെ തന്നെ ഈ ആധുനിക സംസ്കാരങ്ങളും പല കമ്പനികളും നമ്മളെ പലതും പറഞ്ഞ് മോഹിപ്പിച്ച് വേറൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. അതാരാ ലോകാന്നറിയോ? ദുനിയാവ് ഇവിടെ അവസാനിക്കുകയാണ്, ജീവിതം അവിടെ അവസാനിക്കുകയെന്ന് വിചാരിക്കുന്നവർക്ക് അവസാന കാലമാകുമ്പോൾ അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അവസാനിക്കല്ല, തുടങ്ങുകയാണ്. അതുകൊണ്ട് നന്നായി ഒരുങ്ങുക, തൗബ ചെയ്യുക, ആ നിലക്ക് മുന്നോട്ട് പോവുക. അതോടൊപ്പം നമ്മുടെ മാനസികമായും ശാരീരികമായുള്ള വ്യായാമ മുറകളും മറ്റു കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ദീനീ ദഅവത്തും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മുഖരിതമാവുക. ഒരിക്കലും തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഹറാമുകളിലൂടെ പോകുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത്. അള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും ഹൈറായ ഒരു ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഏത് സമയത്ത് മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടി മരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ. നാളെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോകുന്ന യഥാർത്ഥ മുത്തക്കികളിൽ മുഅ്മിനുകളിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.